ജില്ലാ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റാണ്. ഖേലോ ഇന്ത്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഗ്രൗണ്ട് അനുവദിക്കാം എന്നൊരു ആവശ്യം വന്നു. ഏതെങ്കിലും ഒരു സ്കൂളിന്റെ ഗ്രൗണ്ട് അനുവദിച്ചു തന്നാൽ ഖേലോ ഇന്ത്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഗ്രൗണ്ട് തരാമെന്ന് പറഞ്ഞപ്പോൾ അന്നത്തെ നഗരസഭാ ചെയർമാനായിരുന്ന ശ്രീ എം കെ ജയപ്രകാശിനോട് ഈ വിഷയം പറഞ്ഞു. സ്ഥലം കൗൺസിലറായ BJPയുടെ നേതാവായിട്ടുള്ള നന്ദുവിനോടും ഈ വിഷയം പറഞ്ഞു. ഇവരെ കൂട്ടി ഗണേശഗിരി പോയി HMന്റെ ലെറ്ററും വാങ്ങി MLAയുടെ ലെറ്ററും ചേർത്ത് കേന്ദ്രത്തിലേക്ക് അയച്ച് 5 കഴിഞ്ഞു. ചെയർമാൻ ഇതൊന്നും അറിയില്ല. ഖേലോ ഇന്ത്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഗ്രൗണ്ട് അനുവദിക്കാമെന്ന് പറഞ്ഞു. എവിടെയാണ് ഗ്രൗണ്ട്? എവിടെയാണ് ഗ്രൗണ്ട്? പറയണ്ടേ? ചെയർമാനല്ലേ ഇവിടെ ഇടതുപക്ഷത്തിനെ പ്രതിനിധീകരിക്കേണ്ടത് ആരാണെന്ന കാര്യത്തിൽ തർക്കമുണ്ടെന്ന് തോന്നുന്നു. കാരണം അദ്ദേഹത്തിനോടാണ് ചോദ്യം. അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തോട് നേരത്തെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്താ സ്ഥലമില്ലല്ലോ, സ്ഥലം ഉണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്യാം. അതായത് അദ്ദേഹത്തിന് കോളേജ് പണിയണമെങ്കിൽ സ്ഥലമില്ല, അദ്ദേഹത്തിന് പ്ലേ ഗ്രൗണ്ട് വേണമെങ്കിൽ സ്ഥലമില്ല. എയിംസിന് മാത്രം 200 ഏക്കർ ഭൂമി അദ്ദേഹം കോഴിക്കോട് കണ്ടുവച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഉത്തരം തൃപ്തികരമല്ലാതെ അവിടെ പറയുന്നത് എന്താണ്? ഉള്ള സ്ഥലത്തിനെങ്കിലും ഫണ്ട് അനുവദിക്കാനുള്ള സാമാന്യ മര്യാദ BJP കാണിച്ചോ? കേന്ദ്ര ഗവൺമെന്റ് കാണിച്ചോ? ഏക്കർ കണക്കിന് സ്ഥലം പോട്ടെ, ഉള്ള സ്ഥലത്തിനെങ്കിലും നിലവിലൊരു ഏതാണ് സ്ഥലം? കളിസ്ഥലം എന്ന് പറഞ്ഞാൽ അതിന്റെ ഗണേശഗിരി താഴെ സ്കൂളിന്റെ മുമ്പിലുള്ള ഒരു പ്രദേശത്തെ ഗ്രൗണ്ടിന് BJPയുടെ നേതാവായ നന്ദുവിനെ അറിയാം. നന്ദുവിനോട് ചോദിച്ചാൽ മതി. ബാസ്കറ്റ് ബോൾ കോർട്ടായി അനുവദിക്കണം, അതും സ്പോർട്സിന്റെ ഭാഗമാണ്, അത് അനുവദിക്കണം. ഖേലോ ഇന്ത്യയിൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തി. ഖേലോ ഇന്ത്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെങ്കിൽ സ്കൂളും കളിസ്ഥലവും തമ്മിലുള്ള ദൂരം എത്രയാണെന്നുള്ള കാര്യത്തിൽ സ്കൂളിന്റെ നേരെ മുമ്പിൽ തന്നെയാണ് കളിസ്ഥലം. ഇവിടെ നിന്ന് 1 കിലോമീറ്റർ പോയാൽ പരിശോധിച്ചാൽ കാണാൻ പറ്റും. അറിയോ ഗണേശഗിരി എവിടെയാണ്? ഗണേശഗിരിയുടെ മുമ്പിലുള്ള ഗ്രൗണ്ട് എവിടെയാണെന്നൊക്കെ ഷൊർണൂരിലുള്ള ആളുകൾക്ക് അറിയോ? BJPയുടെ നേതാക്കന്മാരൊന്നും പറഞ്ഞു കൊടുക്കുന്നത്. നിങ്ങളുടെ MLA തൃത്താലക്കാരനല്ലേ? ഞാനും ആ നാട്ടുകാരൻ തന്നെയാണ്. ഞങ്ങൾക്ക് രണ്ടാൾക്കും ഷൊർണൂരിനെ പറ്റി ഒരേപോലെ അറിയുള്ളൂ. ഇല്ല ഇങ്ങനെ തർക്കിക്കാതെ അടുത്ത ചോദ്യം ചോദിക്കാനുണ്ടോ? നിങ്ങളുടെ പറയാൻ അവസരം കൊടുക്കൂ. ഇവിടെ നിങ്ങളുടെ ഈ ചർച്ച നിയന്ത്രിക്കുന്ന ആള് എല്ലാ ചോദ്യവും ചെയർമാനോട് മാത്രമേ ചോദിക്കുന്നുള്ളൂ. ഒരു ചോദ്യം പോലും നിങ്ങളോട് ചോദിക്കുന്നില്ല. നിങ്ങൾ എല്ലാ ചോദ്യം അങ്ങോട്ട് ചോദിക്കുന്നുണ്ടല്ലോ. ആരെങ്കിലും ചോദിക്കട്ടെ. ഇപ്പൊ നിങ്ങൾ ചോദിച്ചതല്ലേ. ഈ കേരളം കണ്ട ഏറ്റവും വലിയൊരു ദുരന്തം എന്താ? ഇപ്പൊ ഏറ്റവും അടുത്ത് നടന്നത് വയനാട് ചൂരൽമല ദുരന്തം അല്ലെ? കോൺഗ്രസിന്റെ പ്രതിനിധിയോട് BJPയുടെ പ്രതിനിധിയോട് ചോദിക്കാണ്ട്. ഇപ്പോൾ ആ വലിയ ദുരന്തം വന്നു, നിരവധിയായിട്ടുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായി. അപ്പോൾ കേരളത്തിലെ ഗവൺമെന്റ് പറഞ്ഞു ഞങ്ങൾ ടൗൺഷിപ്പ് രൂപീകരിക്കും എന്ന് പറഞ്ഞു. അതിന്റെ പണി തുടങ്ങി. അപ്പോഴാണ് കേന്ദ്രത്തിന്റെ നമ്മുടെ പ്രധാനമന്ത്രി ഹെലികോപ്റ്ററിൽ വന്നിട്ട് പറഞ്ഞു ഞാനിത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കും, ഞങ്ങൾ അങ്ങനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനുള്ള അതാണ് ആയിരക്കണക്കിന് കോടിയുടെ കഥ മാത്രം പറയുന്ന BJPയുടെ പ്രതിനിധിക്ക് എന്താ വെച്ചാൽ ഒരു ദുരന്തം ഉണ്ടായപ്പോ കേന്ദ്ര സർക്കാർ എത്ര രൂപ കൊടുത്തു? കേന്ദ്ര സർക്കാർ ഇന്ത്യയിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഗൈഡ് ലൈൻസ് 2005 പ്രകാരം ദേശീയ ദുരന്തം എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഇല്ല. അങ്ങനെ ഡിക്ലെയർ ചെയ്യാൻ കേന്ദ്ര സർക്കാരിന് സാധിക്കില്ല. ഒരു നാട് മൊത്തം ഒലിച്ചു പോയ സമയത്ത് നിങ്ങൾ BJPയുടെ പ്രതിനിധിയായിട്ടുള്ള ആൾക്കാരാണല്ലോ. അപ്പൊ നിങ്ങൾ പറയണ്ടേ ഇവിടെ കേന്ദ്ര സർക്കാർ കുറച്ച് ഫണ്ട് കൊടുക്കാൻ വേണ്ടി പറയണ്ടേ? കൊടുക്കാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ വന്ന 1000 കോടി 2000 കോടി കേരളത്തിൽ കൊടുത്തില്ല. ഞാനൊന്ന് ഉത്തരം പറയട്ടെ. നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ട് ആസാമിൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി പ്രാഥമിക ധാരണ പോലും ഇല്ലെന്നുള്ളത് വ്യക്തമാണ്. അതായത് ഡിസാസ്റ്റർ ഓഫ് സിവിയർ നേച്ചർ, അതിൽ ABC ഗ്രേഡിംഗ് ഉള്ളത്. അതിൽ A ഗ്രേഡ് എന്ന് പറഞ്ഞാൽ ഒന്നിലേറെ സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന ദുരന്തം, അത് നാഷണൽ NDRFന്റെ ഇടപെടൽ ആവശ്യമുള്ള മിറ്റിഗേഷൻ വേണ്ടതാണ്. B ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു സംസ്ഥാനത്തിലെ ഒന്നിലേറെ ജില്ലകളെ ബാധിക്കുന്ന ദുരന്തം, അത് സംസ്ഥാനത്തിന് വേറെ ഫാർമേലിയ ഉപയോഗിച്ചുകൊണ്ട് മിറ്റിഗേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജില്ലയ്ക്കുള്ളിലുള്ള 1-2 പഞ്ചായത്തുകളെ ബാധിക്കുന്ന ദുരന്തം, അത് ആ ജില്ലയുടെ
മൈക്ക് ഓഫ് ചെയ്യേണ്ടി വരും എനിക്ക് പ്ലീസ്. ഇങ്ങനെ ചോദിച്ചു മറുപടി പറയില്ല അദ്ദേഹം. മറുപടി ചോദ്യം ചോദിച്ചു നിങ്ങൾ തന്നെ മറുപടി പറയട്ടെ. പിന്നെ എന്തിനാ ചോദ്യം ചോദിക്കുന്നത്? ചോദ്യം ചോദിച്ചല്ലോ മറുപടി ചോദിക്കാതെ മറുപടി പറയട്ടെ. എവിടെ ഇല്ലാത്തൊരു പുതിയ പ്രതിഭാസം കുറെ പേര് വന്ന് ബഹളം വെച്ച് കഴിഞ്ഞാല് അത് നടക്കില്ല. മൈക്ക് കൊടുക്കരുത്. ഒരു ജില്ലയിലെ ഒരു പഞ്ചായത്തിനുള്ളിലെ പറ്റില്ല 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 അങ്ങനെ ചോദിക്കാൻ പറ്റില്ല പറ്റില്ല പറ്റില്ല. ശംഖു പറയും ഹലോ മര്യാദ ശംഖു പറഞ്ഞു NDRF-ൽ നിന്ന് 600 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. നാഷണൽ ഡിസാസ്റ്റർ റിലീഫ് ഫണ്ടിൽ നിന്ന് 600 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ഒരു ഭയമില്ല. നിങ്ങൾക്ക് എത്ര ചോദ്യങ്ങൾക്ക് ബഹളം വെക്കാൻ ശ്രമിക്കുന്നത്. ഈ ചർച്ചയിലെ സിംഹഭാഗം സമയവും നിങ്ങൾ ഈ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിക്കും BJP-യുടെ പ്രതിനിധിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ചെയ്തത്. താങ്കൾക്ക് ഇവരെ രണ്ടുപേരെ മാത്രം വിളിച്ചാൽ താങ്കൾക്ക് അഭിപ്രായം പറയാലോ സ്വാമിനാഥൻ. ഞാൻ പറഞ്ഞു താങ്കളോട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടില്ല. അഭിപ്രായം താങ്കൾക്കും പറയാം. ഇവരോട് ചോദിക്കുന്നതിന് താങ്കൾക്കും മറുപടി പറയാം. പറയൂ. ചൂരൽമല ദുരന്തം കോൺഗ്രസ് വീട് നിർമ്മിച്ചു കൊടുക്കുന്നു പറഞ്ഞല്ലോ, എന്തായി? കോൺഗ്രസ് വീട് നിർമ്മിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസ് ആ പറഞ്ഞത് ആദ്യം രക്തസാക്ഷി ഫണ്ട് മുക്കിയതിന്റെ കണക്ക് പറയേ. ആദ്യം രക്തസാക്ഷി ഫണ്ട് മുക്കിയതിന്റെ കണക്ക് പറയേ. അവിടെ ബിരിയാണി ചാലഞ്ച് നടത്തിയിട്ട് അതിന്റെ പൈസ മോഷ്ടിച്ചതിന്റെ പേരിൽ 2 ഡിവൈഎഫ്ഐക്കാർ അറസ്റ്റ് ചെയ്തു. അതിന് മറുപടി പറയേ. അതെ, അവിടെ 780 കോടി രൂപ പൊതുജനങ്ങളും ജനപ്രതിനിധികളും കൊടുത്തിട്ടുണ്ട്. അതിൽ അടയിരിക്കുക. അവിടെ ഇപ്പൊ നിങ്ങൾ ടൗൺഷിപ്പ് എന്ന് പറഞ്ഞില്ലേ, 17 വീട് പോലും പൂർത്തീകരിച്ചിട്ടില്ല. അവിടെ താമസിക്കാൻ കഴിയില്ല. കോൺഗ്രസ് പൈസ പിരിച്ചിട്ടുണ്ടെങ്കിൽ മറുപടി പറയട്ടെ. ചർച്ച നടത്തിയല്ലോ, ഞാൻ മറുപടി അറിയില്ലല്ലോ. ഒരു മൃതശരീരം പോസ്റ്റ്മോർട്ടം ചെയ്ത് സംസ്കരിക്കാൻ 75,000 രൂപയുടെ കണക്കുണ്ടാക്കിയവരാ. നിങ്ങള് അല്ല അതൊന്നും പറയണ്ട. ഞങ്ങൾ അവിടെ സ്ഥലം വാങ്ങിച്ചു. ആ സ്ഥലം നിങ്ങൾക്ക് കാഴ്ചയില്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഉത്തരവാദിയല്ല. അവിടെ ഒരു മൃതശരീരം പോസ്റ്റ്മോർട്ടം ചെയ്ത് സംസ്കരിക്കാൻ 75,000 രൂപയുടെ കണക്കുണ്ടാക്കിയവരാ. പട്ടാളത്തിന്റെ നേതൃത്വത്തില് അവിടെ ബെയിലി പാലം ഉണ്ടാക്കി. ആ ബെയിലി പാലത്തിന്റെ അടിയിൽ കല്ല് വിരിക്കാൻ 1 കോടി രൂപ ചെലവായി എന്ന് പറഞ്ഞ് കണക്കുണ്ടാക്കിയവരാ. മനസ്സിലായില്ലേ? അവിടെ 30 ദിവസമാണ് റീഹാബിലിറ്റേഷൻ ക്യാമ്പില് ആളുകൾ താമസിച്ച്. ഒരു ദിവസം 1000 രൂപ വെച്ച് വസ്ത്രത്തിന് 30,000 രൂപയുടെ കണക്കുണ്ടാക്കിയതാ. ഒരു ദിവസം 1000 രൂപയുടെ വസ്ത്രം ധരിക്കോ? ശരി. അല്ല, എനിക്ക് ചോദിക്കാനുള്ളത് ടൗൺഷിപ്പാണ്. സ്വാമിനാഥന്റെ പാർട്ടി എത്ര വീടുണ്ടാക്കി കൊടുത്തോടെ? അല്ല, CPM സർക്കാർ ടൗൺഷിപ്പ് കൊടുത്തെങ്കിൽ ഞാനും നിങ്ങൾ ഉൾപ്പെടുന്ന എല്ലാ ആളുകളുടെയും CPM എന്ത് കൊടുത്തു? അവിടെ CPM എത്ര വീട് വെച്ചു കൊടുത്തു? അവിടെ ഞങ്ങളുടെ ഘടകകക്ഷിയായിട്ടുള്ള വീട് വെച്ചു കൊടുത്തില്ലേ? ഞങ്ങൾ വീട് വെക്കാൻ മുസ്ലിം ലീഗ് വീട് വെച്ചു കൊടുത്തു. അല്ല, എവിടെ വീട്? നിങ്ങളെ അത് ഫണ്ട് പിരിച്ചു മുക്കിയപ്പോ കണക്ക് ചോദിച്ചപ്പോ നിങ്ങൾ അറിയണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് അവകാശം. അടുത്ത ചോദ്യത്തിലേക്ക് പ്രധാനപ്പെട്ട ചോദ്യം. പ്രിയമുള്ള, ഈ ഷൊർണൂരിന്റെ റെയിൽവേ സംബന്ധിച്ചൊക്കെ തന്നെ ശംഭുനാഥനും മറ്റുള്ളവരും പറഞ്ഞു കഴിഞ്ഞു. നമുക്കറിയാം, ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ പോകുന്ന അഴുക്കുമാലിന്യം, ഈ ഷൊർണൂർ സ്റ്റേഷനിൽ വരുന്ന അഴുക്കുമാലിന്യങ്ങൾ നേരെ നമ്മുടെ ഈ കുടിവെള്ള സ്രോതസ്സായ ഭാരതപ്പുഴയിലേക്കാണ് തുറന്നുവിടുന്നത്. അതിന് ശാസ്ത്രീയമായ രീതിയിൽ പരിഷ്കരിക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റിൽ നിന്നും എന്തെങ്കിലും പരിപാടിയുണ്ടോ? ഒരു പരിപാടിയുമില്ല. നമ്മുടെ കുടിവെള്ള സ്രോതസ്സ് തടയണയിലേക്കാണ് ആ വെള്ളം തുറന്നു വിട്ടുകൊണ്ടിരിക്കുന്നത്.
അല്ല ഇത്രയും കാലം ഇതൊന്നും പരാതി കൊടുത്തിരുന്നില്ലേ? അല്ല ശ്രീ സംസ്ഥാന സർക്കാരിന് പരാതി കൊടുത്തിരുന്നില്ലേ? അതിന് എന്താണ് പറയാ സീവേജ് പ്രോജക്റ്റ് ഉണ്ട്. അതിനുവേണ്ടി ഭാരതപ്പുഴയിലേക്ക് ഈ പറയുന്ന ഇൻഡസ്ട്രിയിൽ നിന്ന് മാലിന്യങ്ങൾ ഒഴുകുന്നത് തടയുന്നതിന് വേണ്ടി പ്രോപ്പർ വേസ്റ്റ് മാനേജ്മെന്റിനും ഈ പറയുന്ന വേസ്റ്റിനെ ഗ്രേഡ് ചെയ്തുകൊണ്ട് എ ഗ്രേഡ് ബി ഗ്രേഡ് എന്ന് ഗ്രേഡ് ചെയ്യും. അതായത് വെള്ളത്തിൽ കലർന്നാൽ തെറ്റില്ലാത്തത്, വെള്ളത്തിൽ കലരാൻ പാടാത്തത്, മറ്റ് പ്രോപ്പർ ഇൻസിനേറ്റർ പോലെയുള്ള ഫെസിലിറ്റീസിൽ കൊണ്ട് സംസ്കരിക്കേണ്ടത് എന്ന് ഗ്രേഡിംഗ് നടത്തി പ്രോപ്പർ സീവേജ് പ്രോജക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയുണ്ട്. ആ പദ്ധതിക്ക് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് അപേക്ഷ കൊടുത്ത് ആ പദ്ധതി ഇവിടെ നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ക്രിയാത്മകമായിട്ടുള്ള ഇടപെടലാണ് ഇവിടെ നിന്ന് ഉണ്ടാവേണ്ട പോയിട്ടുള്ളത്. ഇതൊരു സ്ഥിരം പല്ലവിയാണ്. ഹലോ സാർ, നബീർ സാർ, ഇതൊരു സ്ഥിരം പല്ലവിയാണ്. കാരണം കേന്ദ്ര ഗവൺമെന്റ് പറയും ഇവിടുന്ന് അപേക്ഷ കിട്ടിയില്ല, പ്രൊജക്റ്റ് കിട്ടിയില്ല. സംസ്ഥാന ഗവൺമെന്റ് പറയും ഞങ്ങൾക്കൊന്നും തന്നില്ല. ഈ പല്ലവി കേട്ട് 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 ഇത് കർണകഠോരമായി മാറിയിരിക്കുകയാണ്. ഈ പരസ്പരം ഞങ്ങളുടെ എം പി ചെയ്യേണ്ടതൊക്കെ വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് 11,000 വോട്ടിന് ജയിച്ച എം പി രണ്ടാമത്തെ തവണ 75,000 വോട്ടിന് ജയിച്ചത്. അദ്ദേഹം ചെയ്തത് കൊണ്ട് തന്നെയാണ്. അദ്ദേഹത്തിന്റെ ജനസ്വീകാര്യത തന്നെയാണ്. ഒരു സംശയം, ഈ വോട്ട് കിട്ടലാണ് മികവിന്റെ അടിസ്ഥാനമെങ്കിൽ 2011 10,000 വോട്ടുള്ള BJPക്ക് 2016 ആയപ്പോൾ ഇവിടെ 28,000 വോട്ടും 2021 ആയപ്പോൾ 37,000 വോട്ടും ഉണ്ട്. ഇവിടെ വോട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടി BJP ആണ്. അങ്ങനെയാണെങ്കിൽ BJPക്കുള്ള അംഗീകാരമായിട്ട് 2026 എണ്ണം പറയാതെ